ഓക്കെ, എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരെണ്ണം അറിയാമോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ? അറിയാം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയാം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ, അപ്പോൾ ഒരു സാമ്പിൾ സെൻറ്റൻസ് തരട്ടെ? ആ ശരി, വളരെ സിമ്പിളായിട്ടുള്ളതാണ് തരണേ കേട്ടോ. ഐ കെയിം യെസ്റ്റർഡേ. ഇതിൽ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, യെസ്റ്റർഡേ എന്നുള്ള ആ വേർഡിന് ഫോക്കസ് വരുന്ന രീതിയിൽ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒന്ന് പറഞ്ഞ് എങ്ങനെ ചെയ്യാമെന്ന്. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ വന്നു. അപ്പോൾ വെൻ ഡിഡ് യു കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐ കം യെസ്റ്റർഡേ എന്ന് ആൻസർ പറയാൻ പറ്റും. ഐ കം അല്ല, ഐ കെയിം. ഓക്കെ, പെട്ടെന്ന് ഉണ്ടാക്കിയല്ലോ. ഇത്ര ഫാസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമോ? വളരെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ വെൻ എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ക്വസ്റ്റ്യൻ വേർഡ്. ഓക്കെ, എന്തെങ്കിലും പ്രത്യേക രീതിയിൽ പറയുമോ അതിന്? വെൻ എന്ന് പറയുന്നത് ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചേ, വെൻ യു കെയിം എന്ന് ചോദിച്ചാൽ പോരെ? യു കെയിം നമുക്ക് നമ്മൾ പ്രസന്റ് ടെൻസിലാക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യും. ഡിഡ് പ്ലസ് കം ആക്കണം. അങ്ങനെയാണ്. പ്രസന്റ് ടെൻസിൽ ആക്കലാണോ? അല്ല, ക്വസ്റ്റ്യൻ ഫോർമേഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വെർബിന് ആസ് ഇറ്റ് ഈസ് യൂസ് ചെയ്യില്ല. അതിൻ്റെ കൂടെ ഒരു ഹെൽപ്പിംഗ് വെർബ്. അതിൽ ഹെൽപ്പിംഗ് വെർബ് ഏതാ? ഡിഡ്. ഓക്കെ, അപ്പോൾ ഡു, ഡസ്, ഡിഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ട്. ഹാസ്, ഹാവ്, ഹാഡ്, ഓസ്, വെയർ, ഇങ്ങനെ കുറേ ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ട്. അതിൽ നമുക്ക് കെയിം എന്നുള്ള വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ? ഡിഡ് പ്ലസ് കം. ഓക്കെ, അപ്പോൾ വെൻ ഡിഡ് കം മതിയോ? വെൻ ഡിഡ് യു കം. അപ്പോൾ ഐ കെയിം എന്ന് പറയണതിന് ഞാൻ ഇത്ര ഇന്നലെയാണ് വന്നതെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആൾ വെൻ ഡിഡ് ഐ കം എന്ന് പറയില്ല, ചോദിക്കുന്ന ആൾ വേറെ ആളാണല്ലോ. അപ്പോൾ വെൻ ഡിഡ് യു കം. പിന്നെ ലാസ്റ്റ്ലി ക്വസ്റ്റ്യൻ മാർക്ക്. ഓൾ റൈറ്റ്, ഇത്രേ ഉള്ളൂ അല്ലേ? ഈസി ആണല്ലോ. ഏതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം ഇനിയും. ഓക്കെ.